നമ്മുടെ സരയുവിന് ആ നെക്ലസ് കിട്ടിയിരിക്കുകയാണ്. സ്വർണ്ണ നെക്ലസ് കിട്ടിയിരിക്കുകയാണ്. വാങ്ങിച്ചു കൊടുത്തത് ആരായിരിക്കും? നമ്മുടെ സരയുവിന് വേണ്ടിയിട്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്വർണ്ണ നെക്ലസ്. ഈ നെക്ലസ് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരയു തറയിലെങ്ങുമല്ല നമ്മുടെ ശാരിയോട് പറയണം, അമ്മേ, എൻ്റെ ജീവിതത്തിൽ അമ്മ ഇത്രയും നല്ലൊരു നെക്ലസ് ഇതിനു മുമ്പ് വാങ്ങിച്ചു തന്നിട്ടില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അമ്മേ, താങ്ക്സ് അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. എന്തായിരിക്കും ഇത്രയേറെ ഭംഗി ആ നെക്ലസിനുണ്ടാവാനുള്ള ഒരു കാരണം? ആരായിരിക്കും ഇത് വാങ്ങിച്ചു കൊടുത്തത്? ശാരി തന്നെ ആയിരിക്കുമോ? ശാരിയുടെ കയ്യിൽ പൈസ ഉണ്ടാവോ ഇത്രയ്ക്കൊക്കെ നെക്ലസൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ എന്താ പറയുന്നത്, ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ കേക്ക് കട്ടിങ്ങിനുള്ള സമയമൊക്കെ ആയിരിക്കുകയാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൊടുക്കുകയാണ് നമ്മുടെ സരയുവിന്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്തേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ശാരി പറയുകയാണ്, നമ്മുടെ എന്താണ് രാഹുലിനെ നോക്കിയിട്ട് പറയണം, ഇങ്ങനെ മുഖം കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ മുഖത്തിട്ടിട്ടുണ്ടോ പൊട്ടിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രാഹുൽ പറയാണ്, നീ ഇങ്ങനെ എപ്പോഴും പറയുന്നുണ്ടല്ലോ, എന്തിനാ നീ ഇങ്ങനെ പൊട്ടിക്കാനായിട്ടിരിക്കുന്നത്? നിനക്ക് എന്നെ എങ്ങ് കൊന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശാരി പറയണ, കൊല്ലോടോ, തന്നെ ഞാൻ ഒരു ദിവസം കൊല്ലുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ശാരി ഇങ്ങനെ പറയാണ്, നല്ലൊരു ദിവസമായിട്ടേ നിങ്ങൾ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, എന്തിനാ ശാരി നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിങ്ങളെല്ലാവരും കൂടി എപ്പോഴും എന്നെ പ്രാന്തനാക്കാൻ നോക്കുകയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ കുറച്ചെങ്കിലും ബോധമുള്ളത് എനിക്ക് മാത്രമാണ് എന്നിങ്ങനെ പറയുകയാണ്. അല്ലാതെ നിങ്ങൾക്കാണ് ശരിക്കും ബോധമില്ലാത്തത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രാഹുൽ. അത് കേൾക്കുമ്പോൾ ശാരി പറയണത്, നിങ്ങളുണ്ടല്ലോ എന്നെക്കൊണ്ട് കടുങ്കൈകളൊന്നും ചെയ്യിപ്പിക്കരുത്, മിണ്ടാതിരുന്നോ, അതാ നിങ്ങൾക്ക് നല്ലത് എന്നിങ്ങനെ ശാരി പറയുകയാണ്. എന്നിട്ട് ശാരി നമ്മുടെ സരയുവിനോടും മനുവിനോടും പറയുകയാണ്, മക്കളെ, എനിക്ക് നല്ല സുഖമില്ല മക്കളെ, എനിക്ക് നല്ല തലവേദനയുണ്ട്, ഞാൻ പോയിന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശാരി അവിടെ നിന്ന് ആ ഹാളിൽ നിന്നങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സരയു അച്ഛനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വായിലൊന്ന് നാക്കിട്ട് മിണ്ടാതെ നിന്നൂടെ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചുമ്മാ കിടന്ന് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. മനുവേട്ടനെ നിങ്ങൾക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന മനുവേട്ടനോട്, ഇവിടെ നിന്നൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് പറക്കാമെന്ന്. മനുവേട്ടനാണെങ്കിലുണ്ടല്ലോ എല്ലാം മെല്ലെ മെല്ലെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രാഹുൽ പറയണേ, നീ എന്തിനാ മോളെ എന്നോട് എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? പിന്നെ ദേഷ്യപ്പെടാതെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മനോഹർ പറയണം, എൻ്റെ മോളു, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ ഇങ്ങനെയൊക്കെ തലയ്ക്ക് സുഖം ഇല്ലാഞ്ഞിട്ടല്ലേ മോളു ഇങ്ങനെയൊക്കെ കിടന്ന് എപ്പോഴും അതും ഇതുമൊക്കെ പറയുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? രോഗം ഒരു കുറ്റമൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ബഹാസുരന് ദേഷ്യം വരികയാണ്. പുള്ളിക്കാരൻ, എടാ നിന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടല്ലോ, മിണ്ടി പോവരുത് നീ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ സരയു പറയണേ, നിങ്ങളുടെ ഈ സ്വഭാവമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. നിങ്ങൾ എപ്പോഴും എന്തിനാ എൻ്റെ മനുവേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളെ അതുകൊണ്ടാണ് എനിക്ക് അച്ചാന്ന് വിളിക്കാൻ പോലും ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരയു ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് സരയു ഇങ്ങനെ മനോഹറിനോട് പറയണം, മനുവേട്ടാ, ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി ഇവിടെ നിന്നാലുണ്ടല്ലോ എൻ്റെ ചോര തിളയ്ക്കും, ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസമായിട്ട് നമ്മുടെ മൂഡ് കളയണ്ട, നമുക്ക് മുറിയിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് സരയു നമ്മുടെ മനോഹറിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ സരയു സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനോഹർ പിന്നാലെ വരികയാണ്. തിരിഞ്ഞു നിന്നിട്ട് നമ്മുടെ രാഹുലിനെ നോക്കിയിട്ട് കാണിക്കുകയാണ്, ഇങ്ങനെ കാണിക്കുകയാണ് രാഹുലിനെ കളിയാക്കിയിട്ട്. എന്നിട്ട് മനോഹർ പോവുകയാണ്. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ മുറിയിലാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് എങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ശാരിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയും ടെൻഷനും ഒക്കെ ആയിട്ട് ശാരി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശാരി. അപ്പോൾ ആ സമയത്തിനാണ് ശാരി ചിന്തിക്കുകയാണ്, ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? എവിടേക്കൊക്കെ പോയാലും അവൾ എൻ്റെ പിന്നാലെയാണല്ലോ. ഇപ്പോൾ എൻ്റെ മോളെ എന്തെങ്കിലും ഇവൾ സത്യം അറിയിക്കുമോ? അതായത് താര വന്നതിനുള്ള ആ ഒരു ടെൻഷനാണ് നമ്മുടെ ശാരിക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ശാരിക്ക് ഒരു കോള് വരുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ എന്താ പറയുക, നമ്മുടെ കിരണിൻ്റെ കോളാണ് വരുന്നത്. കിരൺ പറയാണ്, ഹലോ, നിങ്ങളെ എനിക്കൊന്ന് കാണണമല്ലോ എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശാരി പറയണം, അയ്യോ, എന്നെ എന്തിനാ മോനെ കാണുന്നത് എന്നിങ്ങനെ പറയണം. ഇന്നവിടെ താരാൻറ്റി വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ ശാരി പറഞ്ഞു, അതേ മോനെ, വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടുമില്ല, പക്ഷേ സരയുമാണ് അവരെ ആട്ടിപ്പായിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. വളരെ ദയനീയമായിട്ടൊക്കെ പറയുകയാണ്. അപ്പോൾ കിരൺ പറയാണ്, നിങ്ങളൊന്നും പറയില്ലെന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം.
എന്തിനാ മോനെ എന്നെ കാണുന്നത്? ആ, അതൊക്കെ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ പറയാം. അയ്യോ, എന്നെ തല്ലാനാണോ? നിങ്ങളെ ഞാൻ തല്ലാനോ? ഞാനെന്തിനാ നിങ്ങളെ തല്ലുന്നത്? നിങ്ങളെ തല്ലുന്നതിനേക്കാൾ ഭേദമുണ്ടല്ലോ വേറെ ഏതെങ്കിലും പട്ടി പൂച്ചയെ തല്ലുന്നതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ തല്ലേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ശാരി ചോദിക്കുന്നു, പിന്നെന്തിനാ എന്നെ കാണണമെന്ന് പറയുന്നത്? കല്യാണിയൊക്കെ ഉണ്ടോ? അപ്പോൾ കല്യാണിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കണം എന്താ നമ്മുടെ കിരണിനൊപ്പം. അപ്പോൾ കിരൺ പറയണേ, കല്യാണി ഇല്ല, ആരുമില്ല, എനിക്ക് നിങ്ങളെ തനിച്ചൊന്ന് കാണണം. എന്തിനാണ് കാണുന്നതെന്ന് ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരെ മോനെ? അപ്പോൾ ഉടനെ കിരൺ പറയണ, അതൊന്നും പറ്റില്ല, എനിക്ക് നിങ്ങളെ നേരിട്ട് കാണണം. നേരിട്ട് കാണാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലുണ്ടല്ലോ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് ഇടിച്ച് കയറി വരും എന്നിങ്ങനെ പറയണം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ വരാം, എവിടെയാണെന്ന് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അതേ സമയത്ത് ഒരു റോഡ് സൈഡിൽ നമ്മുടെ കിരൺ നമ്മുടെ ശാരിയെയും കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശാരി മറ്റൊരു കാറിൽ അവിടെ വന്നിറങ്ങുകയാണ്. എന്നിട്ട് വണ്ടി ഇങ്ങനെ ഒതുക്കിയിട്ട് വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങുകയാണ് ആ ശാരി. അപ്പോൾ നോക്കുമ്പോൾ ദൂരോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കിരൺ നിൽക്കുന്ന കാണുകയാണ്. അപ്പോൾ വിചാരിക്കണം, ഈശ്വര, മുട്ടാളൻ അവിടെ വന്ന് നിൽക്കുന്നു. ഇവൻ എന്തിനാണോ എന്തോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്നെ തല്ലാനാണോ? ഇനി വണ്ടിക്കകത്ത് കല്യാണിയും താരയൊക്കെ കൂടെ കാണോ? ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്നെ തല്ലോ ഈശ്വര എന്നൊക്കെ ചിന്തിച്ചിട്ട് വരികയാണ് നമ്മുടെ ശാരി. വരുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മുടെ കിരണിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കാണ് പറയുന്നത്, മോനെ, ഞാൻ നിന്റെ ആൻറ്റിയാണ്, നീ എന്നെ തല്ലൊന്നും ചെയ്യരുത് കേട്ടോ, അത് പാപമാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കിരൺ പറയണേ, ഞാൻ നിങ്ങളെ തല്ലാനും കൊല്ലാനും ഒന്നും അല്ല നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്താ മോനെ? ഇന്നവിടെ താരാൻറ്റി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതേ മോനെ, വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളവരോടൊന്നും പറഞ്ഞിട്ടില്ലെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ മോള് പറഞ്ഞു. അത് ഞാൻ എന്ത് ചെയ്യാനാ മോനെ? ഞാൻ എത്ര പറഞ്ഞാലും അവൾ അനുസരിക്കില്ല എന്നിങ്ങനെ പറയണ്. അപ്പോൾ ഉടനെ കിരൺ പറയാണ്, നിങ്ങളെന്നല്ല, ആര് പറഞ്ഞാലും അവൾ അനുസരിക്കില്ല. അവരെ കണ്ടു കഴിയുമ്പോൾ അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ വന്നത് എന്തിനാണെന്നറിയാമോ? ആ അമ്മ അങ്ങോട്ടേക്ക് ഓടി വന്നത് എന്തിനാണെന്നറിയാമോ? അവരവരുടെ മകളുടെ പിറന്നാൾ ആഘോഷിക്കുന്നതിനൊപ്പം പങ്കുചേരാനായിട്ട് വന്നതാണ്. അവൾക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടാ വന്നത്. പക്ഷേ അവരെ ഒരുപാട് അപമാനിച്ചാണ് പറഞ്ഞയച്ചത്. അതിന് ഞാൻ എന്ത് ചെയ്യും മോനെ? നിങ്ങളൊന്നും ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ സത്യം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളും അവരും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അവളുടെ പോറ്റമ്മയാണ്. അവരാണ് അവളുടെ റിയൽ ആയിട്ടുള്ള അമ്മ. ശരിക്കും പറഞ്ഞാൽ പെറ്റമ്മയ്ക്കാണോ പോറ്റമ്മയ്ക്കാണോ ഒരു കുഞ്ഞിൽ കൂടുതലും അവകാശമുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആകെ പെട്ട് ശാരി. അപ്പം തന്നെ നമ്മുടെ കിരൺ പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, ശരിക്കും എന്നോട് അങ്ങനെ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പോറ്റമ്മയ്ക്കെന്നേ മറുപടി പറയൂ. കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു കുഞ്ഞിനെ പ്രസവിച്ചങ്ങ് കളഞ്ഞു എന്ന് കരുതിയിട്ട് അവരമ്മയാവുന്നില്ല. അവർ പേരിന് വേണ്ടിയിട്ട് ഒരമ്മയാകുന്നതേ ഉള്ളൂ. അതേസമയം ആ കുഞ്ഞിൻ്റെ കുട്ടിക്കാലം മുതൽക്ക് അതിനെ കഷ്ടപ്പെട്ട് നോക്കി പരിപാലിച്ച് ഇത്രയും വലുതാക്കി എടുക്കുന്ന നിങ്ങൾ തന്നെയാണ് റിയലായിട്ടും അവളുടെ അമ്മ. ഞാൻ അങ്ങനെ പറയുള്ളൂ എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ പാതി ആശ്വാസമാവുകയാണ് നമ്മുടെ ശാരിക്ക്. അപ്പോൾ നമ്മുടെ കിരൺ പറയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ ഈ പറയുന്ന പോലെ താര സരയുവിൻ്റെ അമ്മ അല്ലാതാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറയാണ് കിരൺ. എന്നിട്ട് കിരൺ പറയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ താരാൻറ്റി അവളെ സരയുവിനെ ഉപേക്ഷിച്ചതൊന്നുമല്ല. പക്ഷെ താരാൻറ്റി പ്രസവിച്ച് കിടന്ന സമയത്ത് താരാൻറ്റി പോലും അറിയാതെ നിങ്ങളുടെ കെട്ടിയോനെന്ന് പറയുന്ന ആ ദുഷ്ടനില്ലേ, അയാൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവച്ച് കിടത്തിയതാണ്. അതിന് ആ സ്ത്രീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അവർ എത്ര കാലം കൊണ്ട് ഈ മകളെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നെന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ ആ ഒരു അമ്മയുടെ മനസ്സ് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? തൊട്ടടുത്ത് തന്നെ മകളുണ്ടായിട്ട് അവളെ ഒരു നോക്ക് കാണാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാനോ ഒന്നിനും കഴിയാത്ത ഒരു അമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നു നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ശാരി പറയണ്, ഞാൻ എന്ത് ചെയ്യും മോനെ? പക്ഷേ ആരൊക്കെ എന്ത് അവകാശം പറഞ്ഞാലും എൻ്റെ മോളെ ഞാൻ ആർക്കും കൊടുക്കില്ല. അപ്പോൾ കിരൺ പറയണ്, നിങ്ങളെ മോളെ ആർക്കും കൊടുക്കണ്ട. ഇനി താരാൻ്റിയാണ് ഇനി അവളുടെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൾ അറിഞ്ഞു കഴിഞ്ഞാലും അവൾ ഒരിക്കലും അവരെ അംഗീകരിക്കാനും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ അമ്മ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോഴത്തേക്ക് ആ മകൾക്കായിട്ട് ഒരു നെക്ലസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിലുണ്ട്. ആൻറ്റി അതെന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അത് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ മകൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. ഉടനെ തന്നെ ഞെട്ടിപ്പോവാണ് നമ്മുടെ ശാരി, ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ ആ സമയത്ത് കിരൺ പറയണത്, നിങ്ങൾ ഞെട്ടണ്ട,
നിങ്ങളത് കൊണ്ട് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ എല്ലാം പുറത്താവും. എല്ലാ കാര്യങ്ങളും സരയു അറിയും എന്ന് മാത്രമല്ല, നിയമപരമായിട്ട് താര ആൻറ്റി കോടതിയെ സമീപിച്ച് സ്വന്തം മകളെ നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരു അവസരം ഒഴിവാക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഇടപെടണം. അവർ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ സരയുവിൻ്റെ അവകാശം പറഞ്ഞിട്ടൊന്നും അങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല. പക്ഷേ അവരവരുടെ മകൾക്കായിട്ട് കൊടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വഴി അത് സരയുവിൽ എത്തണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒന്നും ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയാണ് നമ്മുടെ ശാരി. അപ്പോൾ ആ സമയത്ത് കാറിനകത്തിരുന്ന ഒരു ബോക്സ് എടുത്തിട്ട് ചെറിയൊരു കവറിലാണ് ഇരിക്കുന്നത്. അത് ശാരിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയണേ, ഇത് നിങ്ങൾ കൊണ്ടുവന്ന് സരയുവിന് കൊടുക്കണമെന്ന് പറയണം. അപ്പോൾ ശാരി പറയണം, അയ്യോ ഞാൻ ഇത് കൊണ്ടു കൊടുത്താലൊന്നും അവൾ ഇതൊന്നും മേടിക്കത്തില്ല, അവൾ ഇതെടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. അത് താരാൻ്റെ കൊടുത്തു എന്ന് പറഞ്ഞ് കൊടുത്താൽ മാത്രമല്ലേ അവൾ ദൂരേക്ക് വലിച്ചെറിയൂ. നിങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടു കൊടുത്താൽ മതി, അപ്പോൾ അവൾ അത് എറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ആകെ വിഷമിച്ചാണെങ്കിലും നമ്മുടെ എന്താ പറയുന്നത് ശാരി അത് വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്ക് കിരൺ പറയുകയാണ്, ഇനിയും ഇതുപോലെ ഒരുപാട് അവസരങ്ങൾ വരും. അതൊക്കെ നിങ്ങൾ താരാൻ്റിയുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ വേണം സാധിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഈ നെക്ലസ് ഉണ്ടല്ലോ, അവളുടെ കഴുത്തിൽ കിടന്ന് താരാൻ്റിക്ക് അത് കാണണം, അതുകൊണ്ട് കഴുത്തിൽ തന്നെ ഉണ്ടാവണം എന്നിങ്ങനെ കിരൺ പറയുകയാണ്. അതിനുശേഷം കിരണിൻ്റെ കാറിൽ കയറി പോകാനായിട്ട് തുടങ്ങുമ്പോൾ ശാരി ഇങ്ങനെ ഡ്രൈവർ സീറ്റിൻ്റെ അവിടുത്തെ ഗ്ലാസിൻ്റെ അവിടെ വന്നിട്ട് പറയുകയാണ്, മോനെ എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മോനെ എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടു തരില്ല, എൻ്റെ മോളെ എന്നും എനിക്ക് തന്നെ വേണം എന്നിങ്ങനെ പറയണം. അപ്പോൾ കിരൺ പറയാണ്, നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഒക്കെ ചെയ്തിട്ടുള്ള ദുഷ്ടത്തരങ്ങൾ എത്രയാണെന്നേ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എൻ്റെ അച്ഛനെയും അമ്മയും തമ്മിൽ ഇത്ര നാൾ തെറ്റിച്ചതാണ് നിങ്ങളുടെ ഭർത്താവ്. ദുഷ്ടൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, എൻ്റെയും കല്യാണിയുടെയും നാവിൻ തുമ്പിന്ന് ഒരിക്കലും താരാൻ്റിയുടെ മകളാണ് നിങ്ങൾക്കൊപ്പം ഉള്ളതെന്നുള്ള സത്യം ഞങ്ങൾ ആരോടും ഒരിക്കലും പറയത്തില്ല. പക്ഷേ അതിന് പ്രത്യുപകാരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്നുണ്ട്. എന്ത് സാധനം താരാൻ്റി വാങ്ങിച്ചുകൊണ്ട് വന്നാലും അത് ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കും. നിങ്ങളത് സരയു പോലും അറിയാതെ സരയുവിന് കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ശാരി ആകെ പെട്ടുപോവുകയാണ്. അങ്ങനെ നമ്മുടെ ശാരിക്ക് അത് സമ്മതിക്കേണ്ടി വരികയാണ്. പിന്നീടെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നേരെ നമ്മുടെ സരയുവിന് നമ്മുടെ മനോഹർ ഒരു ബ്രേസ്ലെറ്റ് കൊടുത്തിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നിഷ ഗിഫ്റ്റായിട്ട് നമ്മുടെ മനോഹറിന് കൊടുത്ത ആ ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നമ്മുടെ സരയുവിന് കൊടുത്തിരിക്കുകയാണ് ഗിഫ്റ്റായിട്ട്. അപ്പോൾ സരയു അതിങ്ങനെ നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ ശാരി കയറി വരുന്നത്. അപ്പോൾ ശാരി ഉടനെ അമ്മയെ കാണുമ്പോഴേ ചോദിക്കുന്നു, അമ്മേ കണ്ടില്ലേ അമ്മേ, എൻ്റെ കൈ കിടക്കുന്നത് കണ്ടില്ലേ, ഇത് മനുവേട്ടൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാ, സ്വർണ്ണ അമ്മേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ നോക്കിയിട്ട് ശാരി പറയണേ, കൊള്ളാം മോളെ കൊള്ളാം എന്നൊക്കെ പറയാണ്. എന്താ അമ്മയുടെ മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? ഏയ് ഒന്നുമില്ല മോളെ, നിനക്ക് തോന്നുന്നതാ, അമ്മയ്ക്കൊരു തലവേദന, അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ ശാരി ആ കുഞ്ഞൊരു ഡെപ്പ എടുക്കുകയാണ്. അതിനകത്ത് നിന്ന് ഈ നെക്ലസ് എടുക്കുകയാണ്. എന്നിട്ട് പറയണേ, നോക്കുമോളെ ഇത് ഇഷ്ടപ്പെട്ടാന്ന് നോക്കിയേ. അമ്മേ നെക്ലസ്, അയ്യോ ഈ നെക്ലസ് സ്വർണ്ണമാണോ അമ്മേ? അതേ മോളെ സ്വർണ്ണ. ഇത് ആര് മേടിച്ചു മോളെ? ഇത് മോക്കായിട്ട് മോളുടെ അമ്മ വാങ്ങിയതാണ് എന്നിങ്ങനെ സരയുവിനോട് ശാരി പറയുകയാണ്. അപ്പം ആ സമയത്ത് സരയു ഇതെടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയണ, ഇത് നല്ല ഭംഗിയുണ്ടമ്മേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇത്രയും നല്ലൊരു നെക്ലസ് എനിക്ക് ഇതുവരെ അമ്മ വാങ്ങിച്ച് തന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മയുടെ കയ്യിൽ അതിന് വേണ്ടി പൈസ എവിടുന്നാ അമ്മേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശാരി പറയണ, മോളെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ മുമ്പുണ്ടായിരുന്നു, അത് തിരിച്ച് എടുത്ത് മിച്ചം വെച്ച് മേടിച്ചതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ സരയു പറയണേ, എന്തിനാ അമ്മേ പൈസ എടുത്ത് തീർത്തത്? അത് സൂക്ഷിച്ച് വെച്ചുകൂടായിരുന്നോ? എൻ്റെ അമ്മ എനിക്ക് ഒന്നും തന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ മേടിച്ച് പൈസ വാഴിക്കളഞ്ഞത്? പൈസയുടെ കാര്യത്തിൽ നല്ല ടൈറ്റ് അല്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശാരി പറയണ, സാരമില്ല മോളെ എന്ന് പറയണം. അപ്പോൾ ഉടനെ സരയു പറയണ, അമ്മേ ഇതൊന്ന് എൻ്റെ കഴുത്തിലേക്ക് അണിയിച്ച് താ അമ്മേ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ ശാരി ആ നെക്ലസ് നമ്മുടെ സരയുവിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സരയുവിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ നമ്മുടെ സരയു പറയാണ്, അമ്മ എനിക്ക് ഈ നെക്ലസ് തന്നില്ലേ, അതുകൊണ്ട് ഞാൻ അമ്മയ്ക്കൊരു ഗിഫ്റ്റ് തരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശാരിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ ശാരിക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അങ്ങനെ ശാരിയും തിരിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ശാരിയുടെ
കണ്ണൊക്കെ നിറയുകയാണ്. ഈ കണ്ണൊക്കെ നിറയുന്ന കാണുമ്പോഴത്തേക്ക് സരയു ചോദിക്കണം, അയ്യോ അമ്മ എന്തിനാ അമ്മേ കരയുന്നത്, എന്തിനാ അമ്മേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ എന്താണ് ശാരി പറയണേ, ഏയ് ഒന്നുമില്ല മോളെ, പിന്നെ എന്തിനാ ഇപ്പം അമ്മ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കരയുന്നത് കാണാമല്ലോ, എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശാരി പറയാണ്, അതേ മോളെ, അമ്മയ്ക്ക് സങ്കടമുണ്ട് മോളെ, നിൻ്റെ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാണ്. പെട്ടെന്ന് വിഷയം മാറ്റുകയാണ്. മോളുടെ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് വിഷമം. എങ്ങനെ നടന്നൊരു മനുഷ്യനായിരുന്നു, എത്ര സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഈ വീട്ടിൽ കഴിഞ്ഞത്. ഇപ്പോൾ ആർക്കും ആരെയും കണ്ടുകൂടാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ വട്ടാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശാരി നമ്മുടെ ബഹാസുരൻ്റെ തലയിലേക്ക് കൊണ്ടുവച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശാരിയോട് നമ്മുടെ സരയു പറയുകയാണ്, അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ ആ സി എസ് എന്നല്ല, ആൻറ്റിയുടെ വീട്ടിൽ ആ പുള്ളിക്കാരൻ വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയാണ്. അയാൾ നേരത്തെ ആൻറ്റി അയാളോടുള്ള സ്നേഹമൊക്കെ അഭിനയിക്കുകയായിരുന്നെന്നല്ലേ അമ്മ പറഞ്ഞത്, ശരിക്കും പറയുകയാണെങ്കിൽ ആൻറ്റിക്ക് അയാളോട് സ്നേഹം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശാരി പറയണേ, ഇല്ല മോളെ, രൂപയ്ക്ക് അങ്ങനെ അയാളോട് സ്നേഹമൊന്നുമില്ല, രൂപയെല്ലാം അഭിനയിക്കുകയാണ് മോളെ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ സരയു പറയണ, ആണോ അമ്മ അവിടെ വോയിസ് എടുക്കാനൊക്കെ ആയിട്ട് അവിടെ ഒരു ചിപ്പ് കൊണ്ടുവച്ചിട്ട് അതിനകത്ത് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ അമ്മയ്ക്ക് പറ്റി എന്ന് പറയുമ്പോൾ, അല്ല മോളെ, കുറേയൊക്കെ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിൽ മോശമായിട്ടൊന്നുമില്ല. അതിൽ നിന്നൊക്കെ എനിക്ക് അല്ലാതെ തന്നെ അവിടെ നിന്നിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അയാളെ രൂപയ്ക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ രൂപ പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ സരയു ചോദിക്കുകയാണ്, പക്ഷേ ആൻറ്റി അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അടുത്ത് കൂടിയിരിക്കുന്നതെന്നാണല്ലോ പറഞ്ഞത്, എന്നിട്ട് ആൻറ്റി എന്താ അമ്മേ ഇതുവരെയും കൊല്ലാത്തത്? അപ്പോൾ ഉടനെ രൂപ പറയണേ, എൻ്റെ മോളെ, പട്ടിയും പൂച്ചയൊന്നും അല്ലല്ലോ പെട്ടെന്ന് അങ്ങ് കൊല്ലാൻ. അവസരം കിട്ടുമ്പോൾ രൂപ അത് അങ്ങനെ തന്നെ ചെയ്യും, മോളൊന്ന് സമാധാനമായിട്ടിരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സരയു പറയണേ, ഓ എങ്ങനെയെങ്കിലും അങ്ങ് കൊന്നാ മതിയായിരുന്നു എന്നിങ്ങനെ പറയണേ. അപ്പോൾ ശാരി പറയണേ, ആ മോളിവിടെ ഇരിക്കുക, അമ്മ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ശാരി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സരയു ഉണ്ടല്ലോ കണ്ണാടി ചെന്നിട്ട് ഇങ്ങനെ ആ നെക്ലസ് എത്ര നോക്കിയിട്ട് നമ്മുടെ സരയുവിന് മതിയാവുന്നില്ല, ഇങ്ങനെ കഴുത്തൊക്കെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു, നെക്ലസ് ഇട്ടിട്ട് അതിൻ്റെ പളവൊക്കെ കാണിക്കുകയാണ് നമ്മുടെ സരയു. അതേ സമയത്ത് നമ്മുടെ രൂപയെയും സി എസിനെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും ഇങ്ങനെ സി എസിന് ചായ കൊടുത്തിട്ട് രണ്ടുപേരും ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രൂപ പറയാണ്, സത്യം പറഞ്ഞാലുണ്ടല്ലോ താരയുടെ കാര്യം ഓർമ്മിക്കുമ്പോൾ കുറേ കഷ്ടമാണ്. താരയ്ക്ക് മകളോട് എത്ര സ്നേഹമുള്ളതാ, പക്ഷേ അവളുടെ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യമില്ല, അവൾ ഒരിക്കലും അമ്മയെ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രമല്ല, അവള് താരയെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്ര അകൽച്ച താരയോട് കാണിക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത് എന്നിങ്ങനെ രൂപ പറയാണ്. അപ്പോൾ ആ സമയത്ത് സി എസ് പറയാണ്, അതെങ്ങനെ രാഹുലിൻ്റെ മോളല്ലേ, അപ്പോൾ അവൻ്റെ സ്വഭാവം കുറേയൊക്കെ കിട്ടാതിരിക്കുമോ എന്നൊക്കെ പറയാണ്. അപ്പോൾ രൂപ പറയണേ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ താര എത്ര സന്തോഷമായിട്ടാണെന്നറിയാമോ ആ ഗിഫ്റ്റൊക്കെ ആയിട്ട് പോയത്. താര ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോക്ക് എനിക്ക് പിറന്നാളിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, പക്ഷേ അത് വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ കൂടെ ഇതുവരെ താര അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടില്ല, അപ്പോൾ പിന്നെ എന്തായാലും ഒരെണ്ണം മേടിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ആ നെക്ലസ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ ഉടനെ സി എസ് പറയണം, അതെന്തായാലും നന്നായി രൂപേ, നീ വാങ്ങിച്ചു കൊടുത്തത് നന്നായി. സത്യത്തിൽ സരയുവിനെ എനിക്കിഷ്ടമല്ലെങ്കിലും താരയ്ക്ക് വേണ്ടി നീ അത് ചെയ്തത് വലിയ നല്ല കാര്യം തന്നെയാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ രൂപ പറയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അത് കൊണ്ടു കൊടുത്താൽ അവൾ വാങ്ങിക്കത്തില്ലെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതൊന്നും കേട്ടില്ല താര, അതൊന്നും കേട്ടില്ല. അപ്പോൾ സി എസ് പറയാണ്, അത് അവരൊരു അമ്മയല്ലേ, അമ്മയുടെ ഹൃദയം അങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ആണല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ എന്നിട്ട് സി എസ് പറയാണ്, പക്ഷേ സത്യത്തിൽ ആ രാഹുലിൻ്റെ മകളായിട്ട് ജനിച്ചതുകൊണ്ടാണ് ഇവളുടെ സ്വഭാവം ഇത്രയും മോശമായി പോയത്. മാത്രമല്ല വളർത്തിയ അമ്മയാണെങ്കിലോ അതിനപ്പുറം രാഹുലും ആ ശാരിയും കൂടെ ചേർന്ന് അവളെ ഒന്നിനും കൊള്ളാത്തതാക്കി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് സി എസ് തന്നെ പറയുകയാണ്, എന്നെങ്കിലും ഒരിക്കൽ താര സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞാൽ പോലും ഈ പറയുന്ന സരയു അവരെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉടനെ നമ്മുടെ രൂപ പറയുകയാണ്, അത് പറഞ്ഞത് ഒരു കണക്കിന് സത്യമുള്ള കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാലേ, ഞാൻ അവളെ സ്വന്തം മോളെ പോലെയാണ് സ്നേഹിച്ചതും വളർത്തിയതും. എൻ്റെ 2 മക്കളേക്കാൾ കൂടുതൽ കരുതലും സ്നേഹവും ഞാൻ അവൾക്കാണ് കൊടുത്തത്. എന്നിട്ടും സ്വത്തിന് വേണ്ടിയിട്ട് അവൾ എന്നെ കൊല്ലാൻ പോലും മടിക്കാത്തവളാണ്.
എന്തൊക്കെയായിരുന്നു, അവളെല്ലാം എന്നോട് അഭിനയിക്കുകയായിരുന്നില്ലേ സ്നേഹമൊക്കെ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ആ ബഹാസുരൻ എന്ന് പറയുന്ന എൻ്റെ ചേട്ടനില്ലേ, അയ്യാക്കുള്ള അതേ സ്വഭാവമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ രൂപ പറയുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്ത് കൂടിയത് പോലും എൻ്റെ സ്വത്തുക്കളെ മാത്രം മോഹിച്ചിട്ടായിരുന്നു. എന്തായാലും ഒന്നും നടക്കില്ലെന്ന് കാണുമ്പോൾ ഇനി അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുന്നത്, നമ്മുടെ ബഹാസുരനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ആ സമയത്ത് CS പറയുകയാണ്, എൻ്റെ രൂപേ, എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തതല്ലേ, ഒരു വലിയൊരു പ്ലോട്ട് വാങ്ങിച്ചിട്ട് അതിന് ചുറ്റും നമ്മുടെ മക്കൾക്കൊക്കെ തൊട്ടടുത്ത് നമുക്കൊരു വീട്, കിരൺ മോനൊരു വീട്, അതുപോലെ സോണിക്കൊരു വീട്, അങ്ങനെ നമ്മൾ 2-3 വീടായിട്ട് തൊട്ട് ചേർന്ന് എല്ലാവരും അടുത്തടുത്തടുത്ത് ഇങ്ങനെ ആ ഒരു സന്തോഷം നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ഒരു വീട് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്ന്. അങ്ങനെ ജീവിക്കുമ്പോൾ എന്തായാലും താര കൂടി നമ്മുടെ അടുത്ത് വന്ന് നമുക്കൊപ്പം ആർക്കൊപ്പം വേണമെങ്കിലും താരയ്ക്ക് നിൽക്കാമല്ലോ. എന്തായാലും താരയെ ഈ വയസ്സാം കാലത്ത് എന്തായാലും താരയെ ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിലൊന്നും സരയെ ഇനി ഒരു പക്ഷേ അമ്മയാണ് താര എന്നറിഞ്ഞാൽ പോലും താരയെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ ഒന്നും സരയു തയ്യാറാവില്ല. അപ്പോൾ പിന്നെ ഒറ്റപ്പെടലിൻ്റെ ആ ഒരു വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സോണിയെയും കിരണിനെയൊക്കെ സ്വന്തം മക്കളായി കരുതി താരയ്ക്ക് നമുക്കൊപ്പം കൂടെ എന്നിങ്ങനെ പറയുമ്പോൾ രൂപ പറയണ്, അത് അങ്ങനെ താമസിക്കുമ്പോൾ താരയ്ക്ക് മനസ്സിൽ ചിലപ്പോൾ സന്തോഷമൊക്കെ ചിലപ്പോൾ ചെറുതായിട്ടെങ്കിലും കിട്ടിയേക്കും. പക്ഷേ എന്നാലും ഒരു പെറ്റ അമ്മയുടെ മനസ്സ് നീറിക്കൊണ്ടേയിരിക്കും സ്വന്തം മകളെ ഓർത്ത്. എന്തായാലും സരയുവിനെ ഉപേക്ഷിക്കാനോ ഓർക്കാതിരിക്കാനോ താരയ്ക്ക് കഴിയില്ല എന്നിങ്ങനെ പറയുകയാണ് CS-നോട്. അപ്പോൾ CS പറയാണ്, ശരിയാണ്, താൻ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഈ ഒരു വിഷയത്തെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ സരയു ആണെങ്കിലുണ്ടല്ലോ, കണ്ണാടി ചെന്നിട്ട് ആ മാല തന്നെയാണ് പുള്ളിക്കാരത്തിയുടെ കണ്ണിലെ, ഇങ്ങനെ കണ്ണാടി ചെന്നിട്ട് ഇങ്ങനെ നോക്കുന്നു, അങ്ങനെ ഇങ്ങനെ കണ്ണാടി ചെന്നിട്ട് ഭയങ്കര പളവൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സരയു നിൽക്കുകയാണ്. അങ്ങനെ സരയുവിനെ കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. സൂപ്പർ എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.